അപ്പോൾ മാമലകണ്ടത്തു നിന്ന് നമ്മൾ നേരെ പോകുന്നത് തട്ടേക്കാട് പക്ഷി സങ്കേത കേന്ദ്രത്തിലേക്കാണ്. എറണാകുളം ജില്ലയിലെ കുട്ടമ്പുഴ ഗ്രാമത്തിൽപ്പെട്ട ഒരു പ്രദേശമാണ്, ഒരു ഗ്രാമമാണ് ഈ തട്ടേക്കാട് പക്ഷി സങ്കേത കേന്ദ്രം. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ പക്ഷി സങ്കേത കേന്ദ്രമാണ് തട്ടേക്കാട്. ലോകപ്രശസ്ത പക്ഷി ഗവേഷകനായ സലീം അലിയുടെ പേരിലാണ് ഈ ഒരു തട്ടേക്കാടുള്ള പക്ഷി സങ്കേത കേന്ദ്രം. അപ്പോൾ നമ്മൾ ഈ ഒരു യാത്ര ചെന്ന് അവസാനിക്കുന്നത്, അതായത് നമ്മൾ PWDയിൽ താമസിച്ച് അവിടെ നിന്നാണ് നമ്മൾ പിറ്റേ ദിവസം നമ്മുടെ തട്ടേക്കാട് പക്ഷി സങ്കേത കേന്ദ്രത്തിലേക്ക് വരുന്നത്. 2 ഭാഗങ്ങളായിട്ടാണ് ഇവിടെ അവർ നമ്മൾക്ക് കാഴ്ചക്കാർക്ക് കാഴ്ചകൾ ഒരുക്കിയിരിക്കുന്നത്. നമ്മുടെ വാനര സംഘമൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്, അവർ ആ പുഴയിൽ കളിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്തേക്കാണ് നമ്മൾ ആദ്യം വന്നത്. ഇതാണ് നമ്മുടെ ആ ഒരു തട്ടേക്കാട്, അതായത് നമ്മൾക്ക് പിക്ചറൊക്കെ എടുക്കാനും പക്ഷികളുടെ പറദീസ എന്നറിയപ്പെടുന്ന ആ ഒരു ഭാഗം ഇതാണ്. അപ്പോൾ ഇതിലെയാണ് ഇവിടെ ഒരു എൻട്രൻസ് ഫീ നമ്മൾ എടുക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പേര് വിവരങ്ങളൊക്കെ നമ്മളിവിടെ എഴുതി കൊടുക്കേണ്ടതാണ്. കാരണം അത്യാവശ്യം ചെറിയ വന്യമൃഗങ്ങളൊക്കെ ഉള്ള ഒരു ഭാഗമാണിത്. അതുകൊണ്ട് തന്നെ നമ്മൾ തിരിച്ചു വരുമ്പോഴും ഇവിടെ പേരെഴുതി നമ്മൾ തിരിച്ചു കാടിനുള്ളിൽ നിന്ന് തിരിച്ചു പോയി എന്ന് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതാണ്. നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല കിളികളുടെയൊക്കെ നല്ല ശബ്ദങ്ങൾ നമുക്കിങ്ങനെ കേൾക്കാവുന്നതാണ്. ഉള്ളിലേക്ക് പോകുന്തോറും ഓരോ ഭാഗത്ത് ഏതൊക്കെ തരത്തിലെ കിളികളാണ് നമ്മൾക്ക് കാണാൻ പറ്റുന്നതെന്ന് അവർ അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, ഇവിടെ ഈ ഭാഗത്തായിട്ടായിരിക്കും ഇത്തരം പക്ഷികളെ നമ്മൾ കാണുന്നത്. അങ്ങനെ പെട്ടെന്നൊന്നും ആരെയും കാണാൻ പറ്റില്ല. അവരുടെ ആ ഒരു ആക്ടിവിറ്റി ടൈമിലാണ് നമ്മൾ കൂടുതലും കിളികളെ കാണുന്നത്. കൂടുതലും അതിരാവിലെയും അതുപോലെ ഒരു വൈകുന്നേര സമയങ്ങളിലുമാണ് കൂടുതലായിട്ടും നമ്മൾക്ക് കിളികളെ കാണാവുന്നത്. പുഴകളാൽ ചുറ്റപ്പെട്ട ഈ ഒരു പ്രദേശത്ത് ഒരുപാട് തരത്തിലെ കിളികളെ നമ്മൾ കണ്ടു. കോഴി വേഴാമ്പലിനെയും അതുപോലെ ബുൾബുളിനെയും ഫ്ലൈ ക്യാച്ചറിനെയൊക്കെ നമ്മൾക്ക് കിട്ടിയായിരുന്നു. എന്നാലും കൂടുതലായിട്ട് കിളികൾ വരുന്നത് അതിരാവിലെയാണ്, അതുപോലെ വൈകുന്നേര സമയങ്ങളിലുമാണ് അവരുടെ ആക്ടിവിറ്റി ടൈം. അപ്പോൾ ഫോട്ടോ എടുക്കാൻ വരുന്നവർ ആ ഒരു ടൈമിൽ എത്തിച്ചേരുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഈ കാട് നടന്നു കാണാൻ താല്പര്യമില്ലാത്തവർക്ക് വെഹിക്കിൾ സൗകര്യവും അവിടെ അവൈലബിൾ ആണ്. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി അപ്പുറത്തെ സൈഡിലുള്ള പക്ഷികളുടെ ആ ഒരു മ്യൂസിയവും ചെറിയൊരു സൂ ഒക്കെ കണ്ട് ഞങ്ങളങ്ങനെ തിരിച്ചിറങ്ങുകയാണ്. അപ്പോൾ ഒരിക്കലെങ്കിലും ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം.